നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ. ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിത്ത് യു. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ. സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സർവ്വ ഐശ്വര്യത്തിൻ്റെയും ഒരു വർഷമാകട്ടെ 2026 ആദ്യമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2026 രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും സംഭവിച്ച് ധനധാന്യ സമ്പൽ സമൃദ്ധി ജീവിക്കുവാൻ പോകുന്ന രാശിക്കാരെക്കുറിച്ചാണ്. അപ്പം ഇവിടെ 7 രാശിക്കാരാണ് ഈ രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും സംഭവിച്ച് സർവ്വ ഐശ്വര്യത്തോടു കൂടിയും 2026 വാഴുവാൻ പോകുന്നത്. അവരെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഓരോ രാശിക്കാരുടെയും വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓരോ വീഡിയോയും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ രാജയോഗ പ്രധാനമായിട്ടുള്ള മഹാലക്ഷ്മി യോഗത്തോടുകൂടി സർവ്വ ഐശ്വര്യത്തോടുകൂടി ജീവിക്കുന്ന രാശിക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ളത് ഇടവം രാശിയാണ്. അപ്പോൾ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തികയുടെ അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകേരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പം ഈ ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 11ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. രാഹു കേതുക്കൾ കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട് സഞ്ചരിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഒരു രാശിക്കാർക്കും ചെയ്യത്തില്ല. വ്യാഴത്തിൻ്റെയും ശനിയുടെയും പൊസിഷൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് 2026 ഫലം പറയുവാനായിട്ട് തന്നെ സാധിക്കും. അപ്പം ഇടവൻ രാശിക്കാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് രാജയോഗ പ്രധാനമായിട്ടുള്ള ഒരു സമയമാണ് 2026 എന്ന് പറയുന്നത്. കാരണം ലാഭസ്ഥാനത്ത് ശനിയും ധനസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് വ്യാഴവും ആയതുകൊണ്ട്. അപ്പോൾ ഇടവക്കൂറുകാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വർഷത്തിൻ്റെ ആദ്യം തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക, അതുപോലെ വരുമാനം വ്യത്യസ്തങ്ങളായ പല മാർഗങ്ങളിലൂടെ വരുമാനം വന്നു ചേരുക, വരുമാന വർധനമുണ്ടാകുക, അതുപോലെ കൃഷി, ബിസിനസ് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. അവർക്ക് ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ ലാഭമൊക്കെ കിട്ടുന്ന വർഷമായിരിക്കും. അതുപോലെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിവാഹം നടക്കും. നല്ല ആലോചനയായിരിക്കും. നല്ല രീതിയിൽ ആ വിവാഹം നടത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകും. ഒരുപക്ഷെ അത് വിവാഹത്തിൽ വന്ന് കലാശിക്കുകയും ചെയ്യാം. അതുപോലെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറിയിട്ട് പരിപൂർണമായ ആരോഗ്യം വീണ്ടെടുക്കുന്ന വർഷമായിരിക്കും 2026. അതുപോലെ സർവ്വ മേഖലയിലും ഇടവം രാശിക്കാർക്ക് ബഹുമാന്യത ലഭിക്കും. അതുപോലെ പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കുക. വീട് പണിക്ക് ശ്രമിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല വീട് തന്നെ പണിയുവാൻ സാധിക്കും. അതുപോലെ ഗ്രഹം മോടി പിടിപ്പിക്കാനായിട്ട് സാധിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മണ്ഡലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവർക്ക് ജീവിതത്തിലെ ബഹുമാന്യതയും അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും 2026. ചുരുക്കി പറഞ്ഞാൽ അതുപോലെ തന്നെ ഇടവം രാശിയുടെ ലാഭസ്ഥാനത്ത് ശനിയും 2ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുന്നതുകൊണ്ട് ലോട്ടറി ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം. ഞാൻ ഒരിക്കലും ലോട്ടറി എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ ഗ്രഹസ്ഥിതി നല്ലതായതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാം. ഒരുപക്ഷെ സമ്മാനം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ സർവ്വ മേഖലകൾ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും സ്ഥിരമായ നല്ല സാലറിയുള്ള ജോലി ലഭിക്കാനും ഒക്കെ സാധ്യതയുള്ള വർഷമാണ്. അതുപോലെ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇടവക്കൂറുകാർക്ക് തീർച്ചയായിട്ടും നല്ല ഗവൺമെൻറ് ജോലി തന്നെ ലഭിക്കും. അത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ഒരു പൊതുഫലമാണ്. നമ്മുടെ ജാതകത്തിലെ ലഗ്നം അനുസരിച്ച്, അതായത് ജന്മസമയം അനുസരിച്ചും ജാതകത്തിൽ ഇപ്പോൾ നടക്കുന്ന മഹാദശയുടെയും അന്തർദശയുടെയും ഒക്കെ കാര്യങ്ങളെ ആശ്രയിച്ചുമൊക്കെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ചുരുക്കി പറഞ്ഞാൽ രാജയോഗ പ്രധാനമായിട്ടുള്ള ധനധാന്യ സമ്പൽ സമൃദ്ധിയോടുകൂടി ജീവിക്കുന്ന ഒരു വർഷമായിരിക്കും 2026 ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അടുത്തതായിട്ട് രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും സംഭവിക്കുന്ന 2ാമത്തെ രാശിക്കാരാണ് മിഥുനം രാശിക്കാർ. മിഥുനം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് മകയിരത്തിൻ്റെ അവസാനത്തെ പകുതി, തിരുവാതിര, പുണർന്നം നാളിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം.
ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ലഗ്നത്തിലാണ്, ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. ജന്മവ്യാഴം പൊതുവേ നല്ലതാണ്. അത് തന്നെയല്ല, ബുധക്ഷേത്രമായതുകൊണ്ട് തന്നെ മറ്റ് ദോഷങ്ങളൊന്നും ചെയ്യത്തില്ല, നല്ലത് തന്നെയാണ്. അതുപോലെ അവരുടെ ഭാഗ്യാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. കർമ്മസ്ഥാനം പുഷ്ടിപ്പെടും. രാഹുകേതുക്കൾ യഥാക്രമം ചിങ്ങത്തിലും കുംഭത്തിലും ചിങ്ങത്തിലുമായിട്ട് സഞ്ചരിക്കുന്നു. അപ്പം മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മസ്ഥാനം ശനി, അവിടെ ഭാഗ്യാധിപനായിട്ടുള്ള ശനി കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നതുകൊണ്ട് ഏത് മേഖലയിലുള്ള വ്യക്തിയാണെങ്കിലും തൊഴിൽ സ്ഥാനത്ത് നല്ല ഐശ്വര്യവും ഉയർച്ചയും ധനലാഭവും ഒക്കെ ഉണ്ടാകും. അത് ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്സിൽ ലാഭം ഉണ്ടാകുക, അതല്ല ഒരു ജോലിയിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ജോലി പ്രൊമോഷനോ ജോലി ഉയർച്ചയോ ഒക്കെ ഉണ്ടാകാം. അതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം മിഥുനം രാശിക്കാർക്കുണ്ടാകുന്ന വർഷമായിരിക്കും 2026. പല അത്ഭുതങ്ങളും അവർക്ക് സംഭവിക്കും. കാരണം അവരുടെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് രാഹു ആയതുകൊണ്ട്, രാഹു കുംഭത്തിലാണ് നിൽക്കുന്നത്, ശനിയുടെ ക്ഷേത്രത്തിൽ. അപ്പം ശനിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാഹു ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് പല അത്ഭുതങ്ങളും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ധനപരമായിട്ടും തൊഴിൽപരമായിട്ടും മറ്റുള്ള രീതിയിലും ഒക്കെ പല അത്ഭുതങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാനും ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകാനുമുള്ള സമയമാണ് 2026 മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വിവാഹം ആലോചനകളൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല വിവാഹാലോചന തന്നെ വന്നു ചേരും. അതുപോലെ തന്നെ ആ വിവാഹം ഒക്കെ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജൂൺ മാസത്തിന് ശേഷം നടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള നല്ലത് തന്നെയായിരിക്കും. കുറച്ചും കൂടെ നല്ല രീതിയിൽ അത് മംഗളകരമായിട്ട് നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ പ്രണയത്തിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും പ്രണയ സാഫല്യം ഉണ്ടാകും. ബിസിനസ്സിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഏത് തരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ലാഭം ഉണ്ടാകും. പ്രത്യേകിച്ച് ശനി കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നുണ്ട്. ശനിയുടെ ചില മേഖലകളൊക്കെ ഉണ്ട്. അത് കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഏതെങ്കിലും മെറ്റൽസുമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള ബിസിനസ്, അതുപോലെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, പിന്നെ വസ്തുക്കച്ചവടം, ഇങ്ങനെ തുടങ്ങി ഉള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്കാണ്. അതുപോലെ ഓയിൽ ഫീൽഡ്, ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക്, മിഥുനം രാശിക്കാർക്ക് 2026 എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വർഷമായിരിക്കും. ഈ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ധാരാളം, ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും, ജോലി ചെയ്യുന്നവർക്ക് ജോലി പ്രൊമോഷൻ ലഭിക്കുക, ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ലാഭം ലഭിക്കുക, ഇതൊക്കെ 2026 മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലോ ഓഫ് മണി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വർഷമായിരിക്കും 2026. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമായിരിക്കും. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം അവർക്ക് ആ മേഖലകളിലൊക്കെ അംഗീകാരവും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്ന വർഷമായിരിക്കും 2026. ചുരുക്കി പറഞ്ഞാൽ 2026 മിഥുനം രാശിക്കാർക്ക് ഒരു രാജയോഗ പ്രധാനമായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളുമുള്ള ഒരു വർഷം തന്നെ ആയിരിക്കും. അടുത്തതായിട്ട് യോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യയോഗവും സംഭവിച്ചിരിക്കുന്ന രാശിക്കാരാണ് കന്നി രാശിക്കാർ. അപ്പം കന്നി രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കന്നി രാശി വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം നാളെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര നാളെ ആദ്യത്തെ പകുതി ഭാഗം. അപ്പോൾ ഇവരുടെ 5ൻ്റെ 6ൻ്റെ ആധിപത്യം വഹിച്ച് നിൽക്കുന്ന ശനി ആണ് ഇവർക്ക് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതായത് 5 എന്ന് പറയുമ്പോൾ ജാതകത്തിൽ 5 എന്ന് പറയുമ്പോൾ അതാണെങ്കിൽ സന്താന സ്ഥാനവും, 6 എന്ന് പറയുമ്പോൾ അത് ഭാഗ്യസ്ഥാനവുമാണ്. അപ്പം 5, 6 ഭാവാധിപത്യമുള്ള ശനി 7ലേക്ക് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും സന്താനങ്ങളെ കൊണ്ട് ഒക്കെ നന്മയുണ്ടാകുകയും മക്കൾക്ക് ജോലി കിട്ടുക, അതുപോലെ തന്നെ ആണെങ്കിൽ മക്കളുടെ കൂട്ടത്തിലാണെങ്കിൽ ഒരുമിച്ച് സന്തോഷമായിട്ട് താമസിക്കുവാൻ സാധിക്കുക, മക്കളിൽ നിന്ന് സഹായം ലഭിക്കുക, ഇങ്ങനെയൊക്കെ തുടങ്ങിയ പല കാര്യങ്ങളും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ 6ൽ ശനി വന്നാൽ 6 വെച്ച് വാഴുവെന്ന. അപ്പോൾ തീർച്ചയായിട്ടും 6ൽ നിൽക്കുന്ന ശനി അവർക്ക് 7ൽ വന്നപ്പോൾ അത് കണ്ടകശനി ആണെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. 7 എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്. അപ്പം വ്യാഴം ഒരിക്കലും ശനിക്കാണെങ്കിൽ ശനിയും വ്യാഴവും സമന്മാരാണ്. അപ്പോൾ ഒരിക്കലും മീനം രാശിയിൽ നിൽക്കുന്ന ശനി ആർക്കും തന്നെ ദോഷം ചെയ്യത്തില്ല. അതുകൊണ്ട് ആ ശനി നല്ലത് തന്നെ ചെയ്യും. അപ്പം ചുരുക്കി പറഞ്ഞാൽ കന്യരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ധനധാന്യ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും മഹാലക്ഷ്മി യോഗവും ഒക്കെ സംഭവിക്കുന്ന വർഷം തന്നെയാണ് 2026. അപ്പോൾ കന്യ രാശിക്കാർക്ക് അതുപോലെ തന്നെ ഇവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി ലഭിക്കുക,
അതുപോലെ കാരണം ഇപ്പം വ്യാഴം നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. വ്യാഴം 10ലും 11ലുമായിട്ടാണ് 2026 സഞ്ചരിക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും, അതായത് വർഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയോ മറ്റുള്ള കാര്യത്തിൽ ഏർപ്പെട്ടാൽ അതിൻ്റെ ഫലം ലഭിക്കുന്നത് വർഷത്തിൻ്റെ 2ാം പകുതിയിലായിരിക്കും, അതായത് ജൂൺ മാസം മുതലായിരിക്കും ഫലം ലഭിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴോ അതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ജൂൺ മാസം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാന മാർഗം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ വന്നു ചേരുന്നതായിരിക്കും. അപ്പം ധാരാളം ധനം നിങ്ങളിലേക്ക് വന്നു ചേരും ഈ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ വാഹനസുഖം, പുതിയ വാഹനം മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഓൾറെഡി ഉള്ള വാഹനമാണെങ്കിൽ അത് മാറ്റി വാങ്ങാനുള്ള ഒരു യോഗമുണ്ടാകും. അതുപോലെ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വർഷത്തിൻ്റെ 2ാം പകുതിയോടുകൂടി ആ ഗൃഹനിർമ്മാണം കംപ്ലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് പുതിയൊരു ഗൃഹം വാങ്ങുവാനോ അല്ലെങ്കിൽ വെക്കുവാനോ ഒക്കെ സാധിക്കുന്ന വർഷമായിരിക്കും. അതുപോലെ ലവ് അഫെയറിൽ ഒക്കെ അകപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും പ്രണയ സാഫല്യം ഉണ്ടാകുകയും വിവാഹത്തിലേക്ക് അത് വരാനുള്ള സാധ്യത ഉണ്ടാകുകയൊക്കെ ചെയ്യും. അതുപോലെ വിവാഹ ആലോചന നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം നല്ല വിവാഹം തന്നെ വന്നു ചേരുന്നതായിരിക്കും. ഇവർക്കും ഈ പറഞ്ഞ പോലെ ലോട്ടറി ഭാഗ്യം ഉണ്ടാകാനുള്ള ഒരു ഇതുണ്ട് 2026 പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം. കാരണം കർമാധിപൻ ലാഭസ്ഥാനത്ത് വരുമ്പോൾ ലാഭം ലഭിക്കണം. അപ്പം പൂർവിക സ്വത്തുക്കൾ കിട്ടുക, അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മേഖലയിൽ നിന്നും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ റിസ്ക് ഇല്ലാതെ ധനം വന്നു ചേരുക, ഇതൊക്കെ ഈ 2026 കന്നിരാശിക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെ വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിദേശത്ത് ജോലിക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുപോലെ ദീർഘകാലമായിട്ട് ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇപ്പം വർഷത്തിൻ്റെ ആദ്യം തന്നെ ജോലി ലഭിക്കുന്നതായിരിക്കും. പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ അവർക്ക് ആരോഗ്യം വീണ്ടെടുക്കുവാനും സന്തോഷത്തോടു കൂടി ജീവിക്കുവാനും സാധിക്കും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, കലാകായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർഷത്തിൻ്റെ 2ാം പകുതി മുതൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സമയം തന്നെയായിരിക്കും. ഇങ്ങനെ അതുപോലെ പൂർവിക സ്വത്തുക്കൾ ഒക്കെ കിട്ടുക, അത് അങ്ങനെ പൂർവിക സ്വത്തുക്കളുള്ളവർക്ക് പൂർവിക സ്വത്തുക്കൾ കിട്ടും. അതല്ലെങ്കിൽ അവർ പോലും പ്രതീക്ഷിക്കാതെ അധികം റിസ്ക് ഇല്ലാതെ പ്രയത്നമില്ലാതെ എവിടെന്നെങ്കിലും അവരിലേക്ക് ഭാഗ്യവശാൽ കുറേ ധനമോ അല്ലെങ്കിൽ മറ്റുള്ള പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരുന്ന വർഷമായിരിക്കും കന്നിരാശിക്കാർക്ക് 2026. അപ്പം കന്നിരാശിക്കാർക്ക് 2026 രാജയോഗ പ്രധാനമായിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളുടെ ഒരു വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്തതായിട്ട് രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും സംഭവിക്കുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാരും. അപ്പം തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്രയുടെ അവസാനത്തെ പകുതി, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 1/4 ഭാഗം. അപ്പം ഈ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും 6ൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത്. 6ൽ ശനി വന്നാൽ 6 വെച്ച് വാഴും. ആ ശനി നിൽക്കുന്നത് വ്യാഴക്ഷേത്രത്തിനും കൂടാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ തുലാം രാശിക്കാർക്കും മഹാഭാഗ്യ യോഗവും രാജയോഗവും സംഭവിച്ചിരിക്കുന്നു. അവർക്കൊന്നും ഒരു 2026 ഒരു നെഗറ്റീവും പറയാനില്ലാത്ത രാശിയാണ് ഈ തുലാം രാശി എന്ന് പറയുന്നത്. അപ്പം ഈ തുലാം രാശിക്കാരെ കുറിച്ച് പറയുമ്പോൾ ജോലി ഓൾറെഡി ഉള്ളവർക്ക് ജോലി പ്രൊമോഷൻ കിട്ടുക, ജോലി ഇല്ലാത്തവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ജോലി കിട്ടും, ഉടൻ തന്നെ ജനുവരി തന്നെ ജോലി കിട്ടും. അതല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷൻ കിട്ടുക. അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് 2026 നല്ല ലാഭം കിട്ടുക. കൃഷി ചെയ്യുന്നവർക്ക് കൃഷിയിൽ നല്ല വരുമാനം കിട്ടുക. അതുപോലെ ധാരാളം ധനം വന്നു ചേരുക. ആ ധനം വ്യത്യസ്തമായ മാർഗ്ഗങ്ങളിലൂടെ ധനം വന്നു ചേരുകയും ആ ധനം അവർക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുവാനും സമ്പാദിക്കുവാനും ഒക്കെ സാധിക്കുകയും ചെയ്യുന്ന വർഷമായിരിക്കും 2026. പുതിയ വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള സാമ്പത്തിക ആയിട്ടുള്ള അച്ചടക്കം കീപ്പ് ചെയ്യുവാനും അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ട് ധാരാളം ധനം സമ്പാദിക്കാനുള്ള ഐഡിയാസൊക്കെ ലഭിക്കുന്ന വർഷമായിരിക്കും 2026. നല്ല നല്ല സുഹൃത്തുക്കളെ ലഭിക്കുക, ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല പാർട്ട്നേഴ്സിനെ ലഭിക്കുക, ഇതൊക്കെ 2026 തുലാം രാശിക്കാർക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. വിവാഹം നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും നല്ല വിവാഹാലോചന നടക്കുക. അതുപോലെ തന്നെ വീട് വെക്കുന്നവർക്ക് വീട് പണി വളരെ ഈസിയായി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അത് വെക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ അതുപോലെ തന്നെ ആണെങ്കിൽ ഈ വ്യാഴം ഭാഗ്യസ്ഥാനത്തും ശനി 6ലും സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ സൗന്ദര്യമൊക്കെ ആൾക്കാർക്ക് പൊതുവെ ഒന്ന് വർദ്ധിക്കുന്ന സമയമായിരിക്കും ഈ തുലാരാശിക്കാർക്ക്. സുന്ദരനും സുന്ദരിമാരും ഒക്കെ ആയി മാറുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതുപോലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക
കലാകായിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അംഗീകാരവും അവാർഡും ബഹുമാന്യതയും ഒക്കെ ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. അതുപോലെ ഇവർക്ക് ഈ തുലാം രാശിക്കാർക്കും മുമ്പേ പറഞ്ഞ പോലെ ലോട്ടറി ഭാഗ്യം ഉണ്ട്. കാരണം നെഗറ്റീവായിട്ട് എല്ലാ ഗ്രഹങ്ങളും നല്ല സ്ഥാനത്താണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും ലോട്ടറി എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോട്ടറി എടുക്കാം. അത് എപ്പോഴും എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഈ സമയത്ത് 2026 നിങ്ങൾക്കൊരു ലോട്ടറിയൊക്കെ എടുത്ത് നോക്കാം, ഭാഗ്യം പരീക്ഷിച്ച് നോക്കാം. നമുക്കറിയില്ല, ചിലപ്പം കിട്ടിയാൽ അത്രയും നല്ലതാണ്. കാരണം സമയം അനുകൂലമായതുകൊണ്ട് തീർച്ചയായിട്ടും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങി. അതുപോലെ ഇഷ്ടദാനം നിങ്ങൾക്ക് ലഭിക്കും. ആരെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരിക. അത് പാരമ്പര്യ സ്വത്തുക്കളാകാം, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയോ, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ പ്രോപ്പർട്ടിയോ ഒക്കെ ആകാം. ആകെ ഇഷ്ടദാനം ലഭിക്കുക, പൂർവിക സ്വത്ത്, ഇഷ്ടദാനം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും 2026 തുലാം രാശിക്കാർക്കുണ്ട്. അപ്പം തുലാം രാശിക്കാർക്ക് രാജയോഗപ്രധാനമായിട്ടുള്ള സർവ്വ സൗഭാഗ്യങ്ങളിലെ ഒരു വർഷമാകട്ടെ 2026 ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അതിനുവേണ്ടി ആശംസിക്കുന്നു. അടുത്തതായിട്ട് രാജയോഗവും മഹാലക്ഷ്മി യോഗവും ഒക്കെ സംഭവിക്കുന്ന രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് 8ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ആ വ്യാഴം എന്ന് പറയുന്നത് ജൂൺ മാസത്തോടു കൂടി 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വരുന്നത് കൂടി അവർ ഇപ്പോഴുള്ള കഷ്ടതകളൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ശനി സഞ്ചരിക്കുന്നത് വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം 5ലാണ് ശനി സഞ്ചരിക്കുന്നത്. കണ്ടകശനി എന്നുമല്ല, കണ്ടകശനി മാറി നല്ല ശനി നിൽക്കുന്നത് ഭാഗ്യസ്ഥാനത്താണ്, അതും വ്യാഴക്ഷേത്രത്തിലെ. അതുപോലെ തന്നെ 8ൽ നിൽക്കുന്ന വ്യാഴം കർക്കിടകം രാശി ഉച്ചക്ഷേത്രത്തിലേക്ക് ജൂൺ മാസത്തിൽ വരുമ്പോൾ കർക്കിടകത്തിൽ നിന്നും അത് മീനം രാശിയിലേക്ക് നോക്കുമ്പോൾ അത് 9ാം ഭാവമാണ്. അപ്പം ശനിയുടെ പ്രഭാവം കൂടുകയും സർവ്വ മേഖലകളിലും ഇവർക്ക് ഉയർച്ചയും ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും ജൂൺ മാസത്തിന് ശേഷം. അപ്പോൾ ജൂൺ മാസത്തിന് മുമ്പ് മോശമാണെന്ന് ചോദിച്ചാൽ ഭാഗ്യക്കുറവുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ ഭാഗ്യം അനുകൂലമായിട്ട് വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും 2026 നിങ്ങളും രാജയോഗത്തിനും മഹാലക്ഷ്മി യോഗത്തിനും മഹാഭാഗ്യ യോഗത്തിനും അർഹര് തന്നെയാണ്. അപ്പം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക, ജോലി ഉള്ളവർക്ക് പ്രൊമോഷൻ ലഭിക്കുക. ആ പ്രൊമോഷൻ മിക്കവാറും ജൂൺ മാസത്തിന് ശേഷമായിരിക്കും ലഭിക്കുന്നത്. അതുപോലെ കൃഷി കച്ചവടം ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ്. പിന്നെ ഇൻഫ്ലോ ഓഫ് മണി, പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ട. ജൂൺ മാസത്തോടുകൂടി നിങ്ങൾ കൊടുത്തിരിക്കുന്ന പൈസ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അതുപോലെ വീട് വെക്കുന്ന വ്യക്തികൾക്ക് നല്ല ഗ്രഹം തന്നെ നിർമ്മിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി ബാങ്ക് ലോണിന് അപേക്ഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ തന്നെയോ പൈസ തന്ന് നിങ്ങളെ സഹായിക്കും, പൈസ ഇല്ലാത്ത വ്യക്തികളാണെന്ന് പറഞ്ഞാൽ പോലും. അതുപോലെ വിവാഹം നോക്കുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം നല്ല വിവാഹാലോചന വന്നു ചേരുകയും അത് നല്ലൊരു ലൈഫ് ലോങ് നീണ്ടു നിൽക്കുന്ന നല്ല വിവാഹത്തിൽ പോയി കലാശിക്കുകയും ചെയ്യുന്ന ഒരു ഇതായിരിക്കും. അല്ല ഇടയ്ക്ക് വെച്ച് ഡൈവേഴ്സ് ഒന്നും ആകത്തില്ല, നല്ല വിവാഹം തന്നെ വന്നു ചേരും. അത് ആ ഭാഗ്യാധിപൻ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ നടക്കുന്ന വിവാഹമൊക്കെ, അതായത് പിന്നെ 5, 9, 11 ഭാവങ്ങളിലൊക്കെ വ്യാഴം, അല്ലെങ്കിൽ 3, 6, 11 ഭാവങ്ങളിൽ ശനിയൊക്കെ സഞ്ചരിക്കുമ്പോൾ വിവാഹം നടത്തി കഴിഞ്ഞാൽ മരണം വരെയും അവർ പിരിയത്തില്ല. അവർ സന്തോഷമായിട്ട് തന്നെ ധനധാന്യ സമ്പൽ സമൃദ്ധി ജീവിക്കും. അത് ഏത് നാളുകാരാണെന്ന് പറഞ്ഞാലും അതൊരു ശാസ്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിന് ശേഷം വിവാഹം നടത്തിക്കഴിഞ്ഞാൽ അത് ശാശ്വതമായിട്ടുള്ളൊരു വിവാഹമായി തന്നെ നിലനിൽക്കും. സർവ്വ ഐശ്വര്യങ്ങളും കൂടി നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്കും പ്രണയം വിവാഹത്തിലേക്ക് വന്നു ചേരാം. വിദേശത്ത് ജോലി നോക്കുന്നവർക്കോ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കോ ജോലി ഉയർച്ചയുണ്ടാകും, ജോലി ലഭിക്കുകയും ചെയ്യും. അതുപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടുക. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ ധനപരമോ അല്ലെങ്കിൽ വാക്കാലോ പ്രവർത്തിയാലോ ഒക്കെ നിങ്ങൾക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ല സുഹൃത്തുക്കളെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എനിക്കൊന്നും പറ്റില്ല എന്നും പറഞ്ഞ് പിന്മാറി പോകുന്നവരായിരിക്കത്തില്ല. സത്യസന്ധരായിട്ടുള്ള സുഹൃത്തുക്കളെ തന്നെ നിങ്ങൾക്ക് 2026 ലഭിക്കുന്നതായിരിക്കും. അത് കലാകായിക, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ സമയം തന്നെയായിരിക്കും. അവർക്ക് സർവ്വ ബഹുമതിയും അംഗീകാരവും സർവ്വ തരത്തിലുള്ള പിന്നെ സർവ്വ തരത്തിലുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന വർഷം തന്നെയായിരിക്കും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത്. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധിയും മഹാഭാഗ്യവും രാജയോഗ പ്രധാനമായിട്ടൊരു ജീവിതവും 2026 ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ടുള്ള രാജയോഗവും മഹാലക്ഷ്മി യോഗവും സംഭവിക്കുന്ന അടുത്ത രാശിക്കാരാണ് മകരം രാശിക്കാർ. അപ്പോൾ ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകരം രാശി എന്ന് പറയുമ്പോൾ അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി, അതുപോലെ
മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി, ഇതാണ് മകരം രാശിക്കാർ. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതിയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. ഇത്രയും നക്ഷത്രങ്ങളാണ് മകരം രാശിയിൽ വരുന്നത്. അപ്പോൾ ഈ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നാധിപനാണ് ശനി. അത് രണ്ടാം ഭാവാധിപനും കൂടിയാണ്, ധനസ്ഥാനത്തിൻ്റെ അധിപനാണ്. ആ ധനസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള മകര രാശിക്കാർ, ലഗ്നാധിപനും ധനസ്ഥാനാധിപനുമായിട്ടുള്ള ശനി 3ലാണ് സഞ്ചരിക്കുന്നത്, അതും വ്യാഴക്ഷേത്രത്തിലെ. 3ൽ ശനി വന്നാൽ മുടിവെച്ച് വാഴും. അതായത് ശനിക്ക് സമനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും രാജയോഗം തന്നെ ഈ ശനി പ്രദാനം ചെയ്യും. അതായത് ഇതിനു മുമ്പൊക്കെ നല്ല പ്രവർത്തികൾ, അതായത് ഇവരെ ധനം കൊണ്ട് മറ്റുള്ള വ്യക്തിയെ സഹായിക്കുവോ, അല്ലെങ്കിൽ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തു മാനസികമായി ടെൻഷനുള്ളവർക്ക് ടെൻഷൻ മാറാനായിട്ട് സഹായിക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല പ്രവൃത്തി ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും 3ലെ ശനി അവർക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധി കൊടുക്കും. ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും 3ലെ ശനി നല്ലത് തന്നെ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇങ്ങനെ നല്ല പ്രവർത്തികൾ ചെയ്ത വ്യക്തികളും കൂടാണ് മകരം രാശിക്കാരെങ്കിൽ തീർച്ചയായിട്ടും രാജകീയമായ പ്രൗഢിയിലായിരിക്കും വരുന്ന 2 വർഷക്കാലത്തേക്ക് ഈ മകരം രാശിക്കാർ ജീവിക്കുവാനായിട്ട് പോകുന്നത്. അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് 3ലാണ് നിൽക്കുന്നത്. പക്ഷേ വ്യാഴം എന്ന് പറയുന്നത് 6ലാണ്. 6ൽ വ്യാഴം വന്നു കഴിഞ്ഞാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തൊഴിൽപരമോ ധനപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം എന്നാണ് ശാസ്ത്രമെങ്കിൽ പോലും. പക്ഷേ നിങ്ങൾക്ക് ഈ 3ൽ ശനി നിൽക്കുന്നതുകൊണ്ട് ആ ദോഷങ്ങളൊന്നും പൊതുവെ സംഭവിക്കത്തില്ല. അപ്പം ചുരുക്കി പറഞ്ഞാൽ വർഷത്തിൻ്റെ ആദ്യം തന്നെ നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടുക. ഇനിയും ജോലിയിൽ പ്രൊമോഷൻ ആണെങ്കിൽ വർഷത്തിൻ്റെ ആദ്യം തന്നെ പ്രൊമോഷൻ ലഭിക്കുക. പക്ഷേ രണ്ടാം പകുതി കഴിയുമ്പോഴത്തേനാണെങ്കിൽ തീർച്ചയായിട്ടും 7ലേക്കാണ് വ്യാഴം മാറുന്നത്. ആ വ്യാഴം 7ലേക്ക് മാറുമ്പോൾ പിന്നെ വ്യാഴം 5ലും 9ലും വരുന്നതുപോലെ ഭാഗ്യസ്ഥാനമാണ് 7 എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും ആ 7ലെ വ്യാഴം നിങ്ങൾക്ക് സർവ്വതരത്തിലുള്ള അനുഗ്രഹങ്ങളെയും കൊണ്ട് തരുകയും ചെയ്യും. അപ്പം ചുരുക്കി പറഞ്ഞാൽ 2026 മകരം രാശിക്കാർക്ക് 6ലും 7ലുമായിട്ടാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. പക്ഷേ ശനി എന്ന് പറയുന്നത് 3ൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സർവ്വതരത്തിലുള്ള ബഹുമാന്യതയും അംഗീകാരവും സർവ്വ ഐശ്വര്യവും വരുന്ന വർഷം തന്നെയായിരിക്കും മകരം രാശിക്കാർക്ക് 2026 എന്ന് പറയുന്നത്. ഞാൻ ഓരോ രാശിക്കാരുടെയും പ്രത്യേകം വീഡിയോ ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ആ ഒരു രാജയോഗം സംഭവിക്കുന്ന ആൾക്കാരുടെ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പം മകര രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എന്താ പറയേണ്ടത്, വർഷത്തിൻ്റെ രണ്ടാം പകുതിക്ക് ശേഷം ഗജകേസരി യോഗം സംഭവിക്കും. കാരണം വ്യാഴം കർക്കിടകം രാശിയിലേക്ക് പോകുമ്പോൾ, ചന്ദ്രക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ വ്യാഴമാണെങ്കിൽ 3ാം ഭാവത്തിലാണ് ശനിയെ വീക്ഷിക്കുകയും ചെയ്യും. ആ സമയത്ത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സമയം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ തന്നെ നല്ല സമയം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുമ്പോൾ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക, ജോലി പ്രൊമോഷൻ ലഭിക്കുക, കൃഷി ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്ന വ്യക്തികൾക്ക് ധാരാളം ധനം വന്നു ചേരുക, ലാഭകരമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുക. ആരോഗ്യ പ്രശ്നമുള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുക. റിലേഷൻഷിപ്സ് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകുക. ഈ മകരം രാശിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് സദ്ഗുരുവിനെ ലഭിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ 2026. അതായത് ഈ ശനി എന്ന് പറയുന്ന ഗ്രഹം 3, 6, 11 ഭാവങ്ങളിലൊക്കെ സഞ്ചരിക്കുമ്പോൾ സ്പിരിച്വലി കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് ഇവർക്കുണ്ടാകും, ഏത് രാശിക്കാർക്കാണെങ്കിലും. അപ്പോൾ ഈ 3ൽ ശനി നിൽക്കുന്നു, അതും വ്യാഴക്ഷേത്രത്തിൽ. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു മാർഗ്ഗനിർദ്ദേശമൊക്കെ കൊടുക്കുവാനായിട്ട് നല്ല അറിവും നോളജും ഒക്കെ ഉള്ള പാണ്ഡിത്യമുള്ള പുരോഹിതന്മാരെയൊക്കെ ഇവർക്ക് സുഹൃത്തുക്കളായിട്ട് ലഭിക്കുക. അതുമല്ലെങ്കിൽ ഇവർക്കാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുക. അല്ലെങ്കിൽ ഈ ക്ഷേത്രം ചർച്ച ഇങ്ങനെയൊക്കെയുള്ള ഇതിലൊക്കെ കൂടുതൽ പൂജയിലും മറ്റു കാര്യത്തിലുമൊക്കെ ഇൻവോൾവ് ആകാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാകുന്ന വർഷമായിരിക്കും ഈ 2026 മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. എന്തുകൊണ്ടെന്നാൽ വ്യാഴക്ഷേത്രത്തിൽ ശനി നിൽക്കുന്നതുകൊണ്ട്, കാരണം ഇവരുടെ ലഗ്നാധിപനും ധനസ്ഥാനാധിപനും ശനി ആയതുകൊണ്ട്. അപ്പം നല്ല അറിവുകളൊക്കെ പകർന്നു തരുന്ന നല്ല ഗുരുക്കന്മാരെ കിട്ടുക, നല്ല സുഹൃത്തുക്കളെ കിട്ടുക. അതുപോലെ തന്നെ ആണെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാകായിക മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് നല്ല സമയമായിരിക്കും. വിവാഹം നടക്കാത്തവർക്ക് തീർച്ചയായിട്ടും വർഷത്തിൻ്റെ 2ാം പാദത്തിൽ വിവാഹം നടക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പല മേഖലകളിൽ നിന്നും ധനം ഇവരിലേക്ക് വന്നു ചേരും. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിപൂർണമായിട്ടും അത് തീർക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും മകരം രാശിക്കാർക്ക് 2026 എന്ന് പറയുന്നത്. കാരണം ശനി എന്ന് പറയുന്നത് ലാഭസ്ഥാനാധിപനായിട്ടുള്ള
ശനി 3-ൽ നിൽക്കുമ്പോൾ അതിന് മുമ്പ് ഏതൊക്കെ ബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെ അതിൽ തീർത്തിട്ടേ അത് 3-ൽ നിന്ന് മാറത്തുള്ളൂ. 2 വർഷം 3-ലാണ് നിൽക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് മുമ്പ് എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ശനി നിങ്ങളെ സഹായിക്കും. ആ ബാധ്യതകളൊക്കെ തീർക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പോൾ മകരം രാശിക്കാർക്ക് 2026 ഒരു ഡെറ്റ് ഫ്രീ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ തുടങ്ങി. അതുപോലെ നല്ല ഫ്രണ്ട്സിനെ കിട്ടുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. അങ്ങനെ കുടുംബത്തിൽ പിന്നെ മാതാപിതാക്കളുമായിട്ടും കുട്ടികളുമായിട്ടും ഹസ്ബൻഡും ഒക്കെ ആയിട്ട് ഒരുമിച്ച് താമസിക്കാനുള്ള ഭാഗ്യമൊക്കെ വന്നു 2026. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ എല്ലാ മേഖലകളിലും അവർക്ക് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് മകരം രാശിക്കാർക്ക് 2026. അപ്പം മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായിട്ടുള്ള ഉത്തരത്തിൻ്റെ മുക്കാൽ, ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് ധനധാന്യ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തതായിട്ട് രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും സംഭവിക്കുന്ന ഒരു രാശിക്കാരാണ് കുംഭക്കൂറുകാർ. ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്, സാർ എനിക്ക് അത് പ്രശ്നമാണ്, എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ഇങ്ങനെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗോചരത്തിലുള്ള ഫലങ്ങളാണ് ഈ എല്ലാ ജ്യോത്സ്യന്മാരും വന്നിരുന്നത് പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അപ്പം നമ്മുടെ ജാതകത്തിലെ ജന്മസമയവും ജാതകത്തിൽ നിൽക്കുന്ന ഓരോ പ്ലാനറ്റ്സിൻ്റെ പൊസിഷൻസും അനുസരിച്ച് ഈ പൊതുഫലത്തിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പം ഞാനിപ്പം രാജയോഗവും ഇതൊക്കെ നിങ്ങൾക്കിപ്പോൾ 7 രാശിക്കാരെ പറഞ്ഞെങ്കിൽ പോലും നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ജാതകപ്രകാരം ഒരു മോശം ഗ്രഹത്തിൻ്റെ ടൈമിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഫലങ്ങളിലെ ഒരു 30% നിങ്ങൾക്ക് അനുഭവവേദ്യമാകത്തുള്ളൂ. ബാക്കി 70% ലഭിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഫലങ്ങൾ കിട്ടാത്തതിനാണെങ്കിൽ ഈ ജാതകത്തിലെ വ്യത്യാസം മാത്രമായിരിക്കത്തില്ല. നിങ്ങൾ ബാല്യകാലം മുതലേ വളർന്നു വന്ന സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളാണെങ്കിൽ വളരെ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും വളർന്നു വന്നതാണെങ്കിൽ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് അല്പ സാമ്പത്തിക ശേഷി ഉണ്ടായാൽ പോലും നിങ്ങൾക്ക് മണി മാനേജ്മെൻറ്റ് സിസ്റ്റം ചിലപ്പോൾ ഒരുപക്ഷെ ആണെങ്കിൽ അത്രത്തോളം വർക്കായെന്ന് വരില്ല. അതുപോലെ തന്നെ നിങ്ങൾ സഹകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോ മറ്റുള്ള ഫിനാൻഷ്യലി സഫർ ചെയ്യുന്ന ആൾക്കാരോ ആണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങൾ ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ ആ നെഗറ്റീവ് എനർജി നിങ്ങളുടെ സർക്കിളിലേക്ക് വരികയും നിങ്ങൾ അതുപോലെ തന്നെ ആണെങ്കിൽ ധനമില്ലാത്ത വ്യക്തികളായിട്ട് ആ സ്കാർസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദാരിദ്ര്യാവസ്ഥയിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വ്യക്തിയുടെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത്. ധനത്തെക്കുറിച്ച് തന്നെ പറയാൻ കാരണം എല്ലാവർക്കും വേണ്ട ധനവും ജോലിയുമാണ് എല്ലാവർക്കും വേണ്ടത്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും എന്ന് ആൾക്കാർക്കറിയാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇത് രണ്ടും വന്നാലും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും ആ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായിട്ട് ജീവിച്ചു പോകുവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, എനിവേ എന്തായാലും കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ മുക്കാൽ ഭാഗം. അപ്പോൾ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നാധിപനും 12ാം ഭാവാധിപനുമായിട്ടുള്ള ശനി ലാഭസ്ഥാനത്ത് 2-ലാണ് സഞ്ചരിക്കുന്നത്. അതും അവരുടെ ഭാഗ്യാധിപനാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ധനഭാഗം അവിടെ ക്ലിയറായി. രണ്ടാമത് അവരുടെ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് 5-ൽ മിഥുനം രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അത് ജൂൺ മാസം കഴിയുമ്പോൾ 6-ലേക്ക് മാറും. 6 എന്ന് പറയുന്നതാണെങ്കിൽ കർക്കിടകം രാശിയാണ്, വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് വ്യാഴത്തെ 6-ൽ നിൽക്കുന്ന ചന്ദ്രരാശി നിൽക്കുന്ന വ്യാഴം ജൂൺ മാസത്തിന് ശേഷം ഉച്ചസ്ഥാനത്തേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരിക്കലും 6-ൽ നിൽക്കുന്ന വ്യാഴം ദോഷം ചെയ്യത്തില്ല. അത് ഉച്ചക്ഷേത്രമായതുകൊണ്ട് അവിടെ നിന്ന് അത് 9-ൽ നിൽക്കുന്ന ശനിയെ വീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2026 എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള വർഷമായിരിക്കും ഈ കുംഭം രാശിക്കാർക്ക് സംബന്ധിച്ചിടത്തോളം. ജോലിയില്ലാത്തവർക്ക് ജനുവരി മാസത്തിൽ തന്നെ ജോലി കിട്ടും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഈ ഡിസംബറിൽ തന്നെ ആർക്കെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകാം. പക്ഷേ ഇനിയും കിട്ടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനുവരി മാസത്തിൽ തന്നെ അവർക്ക് ജോലി ലഭിക്കും. അതുപോലെ ജോലി പ്രൊമോഷൻ ലഭിക്കുക. പിന്നെ എന്താ പറയേണ്ടത്, സർവ്വ വ്യക്തികളും അവരെ ബഹുമാനിക്കുന്ന വർഷമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026. കാരണം അവർ പല വ്യക്തികളും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ടെന്ന് മനസ്സിലാക്കുന്ന വർഷമായിരിക്കും. ഇതിനു മുമ്പ് ആരെങ്കിലും അവർക്ക് വലിയ കഴിവും കാര്യങ്ങളൊന്നുമില്ല, വലിയ ഒന്നിലും ഇല്ല എന്നൊക്കെ തോന്നലുള്ള വ്യക്തികൾക്ക് 2026 ഇവർക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു, ഇവർക്ക് ഇതെല്ലാം സാധിക്കുന്നുണ്ടോ എന്ന തോന്നലുണ്ടാകുന്ന വർഷമായിരിക്കും. അല്ലെങ്കിൽ ഇവർ സ്വയം അവരെ കാണിച്ചു കൊടുക്കുന്ന വർഷമായിരിക്കും. എനിക്കിതിന് സാധിക്കും എന്ന് കാണിച്ചു കൊടുക്കുന്ന വർഷമായിരിക്കും 2026 എന്ന് പറയുന്നത്. അപ്പം അത് സർവ്വ വ്യക്തികളും റെസ്പെക്റ്റ് ചെയ്യുക.
ബഹുമാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ അംഗീകരിക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് വിലയുണ്ടാകുക, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിക്കുക കുംഭരാശിക്കാർക്ക്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ബിസിനസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്ത വ്യക്തികളാണെങ്കിൽ ഏഴശനിയുടെ ജന്മശനി ആയിരുന്നു കഴിഞ്ഞ 2.5 വർഷം, തീർച്ചയായിട്ടും എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഒരുപാട് പാളിച്ചകളും താളപ്പഴകളും ഒക്കെ ഉണ്ടായിട്ട് വളരെ ഡൗൺ ആയിരിക്കുന്ന ഒരു കാലങ്ങളായിരുന്നു കഴിഞ്ഞ 2.5 വർഷം. തീർച്ചയായിട്ടും ഈ 2026 അവർക്ക് തീർച്ചയായിട്ടും ബിസിനസ് സ്റ്റോപ്പ് ചെയ്ത വ്യക്തികളാണെങ്കിൽ വീണ്ടും പുതിയ പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്തുകൊണ്ട് അത് റീസ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്ത് അത് ഇന്നോവേഷൻ ചെയ്യുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും ബിസിനസ് ചെയ്ത വ്യക്തികളാണെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ആ ബിസിനസ്സിലൂടെ ലാഭം ധാരാളമായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ജോലിക്ക് നോക്കുന്ന വ്യക്തിക്ക് ജനുവരി മാസത്തിൽ ജോലി ലഭിക്കും. അവരാഗ്രഹിക്കുന്നതിനും അതീതമായിട്ടുള്ള നല്ല ബഹുമാന്യതയും റെസ്പെക്റ്റും ബഹുമാന്യതയും ധനപരമായിട്ടുള്ള ഉയർച്ചയും ഒക്കെ ഉണ്ടാകുന്ന ജോലി തന്നെ അവർക്ക് ലഭിക്കും. പിന്നെ അതുപോലെ ഈ 2026 കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്കാണെങ്കിൽ പുരുഷനും അല്ലെങ്കിൽ പുരുഷനാണെങ്കിൽ സ്ത്രീകളും പരസ്പരം സഹായികളായിട്ട് വർത്തിക്കുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ ആണെങ്കിൽ പ്രണയബന്ധങ്ങൾ ഒക്കെ വന്നു ചേരുന്ന ഒരു വർഷമായിരിക്കും 2026 കുംഭൻ രാശിക്കാർക്ക്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കുക. പക്ഷേ പ്രണയബന്ധം വന്നാലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രണയം ആയിരിക്കത്തില്ല. അത് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ സഹായവും മറ്റുള്ള ഒരു വാക്കുകൊണ്ട് ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ വന്നാൽ അത് വേണ്ട എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നമ്മളിലേക്ക് വരുന്ന ഫ്രണ്ട്സ് ആണെങ്കിലും അത് ലവ് അഫെയർ ആണെങ്കിലും എപ്പോഴും നമുക്ക് സന്തോഷവും നന്മയും ഒക്കെ തരുന്ന വ്യക്തികൾ തന്നെയായിരിക്കും. അല്ലാതെ അത് ചീറ്റിംഗ് ആകാൻ സാധ്യത വളരെ 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 കുറവാണ്. ഓക്കെ, അപ്പോൾ അതൊരു വിവാഹം ആലോചിക്കുന്ന വ്യക്തികൾ തീർച്ചയായും നല്ല വിവാഹം വന്നു ചേരുക. പിന്നെ ഇൻഫ്ലോ ഓഫ് മണി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വ്യത്യസ്തമായ പല മേഖലകളിലൂടെ ധനം വന്നു ചേരുക. അതായത് ധനത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ കുംഭക്കൂറുകാർക്ക് 2026 സംഭവിക്കുക തർക്കമില്ലാത്ത കാര്യമാണ്. അതുപോലെ നല്ല ഹെൽത്ത് ഇഷ്യൂസൊക്കെ എന്തെങ്കിലും ഉള്ള വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും ഹെൽത്ത് ഇഷ്യൂസൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് മാറും. അതുപോലെ വെൽത്ത് ക്രിയേഷന് വേണ്ടിയുള്ള പുതിയ ഐഡിയാസ്, ധനം സമ്പാദിക്കാനുള്ള പുതിയ ഐഡിയാസൊക്കെ ഇപ്പോൾ ബ്രെയിനിലേക്ക് വരുന്ന ഒരു സമയം തന്നെയായിരിക്കും 2026. അപ്പം അതുപോലെ ധനം സമ്പാദിക്കുവാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന നല്ല സുഹൃത്തുക്കളും ഒക്കെ ലഭിക്കുന്ന വർഷം തന്നെയായിരിക്കും 2026 എന്ന് പറയുന്നത്. ഇവരുടെ സൗന്ദര്യമൊക്കെ കൂടുന്ന, സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും സൗന്ദര്യമൊക്കെ കൂടുന്ന വർഷമായിരിക്കും ഈ കുംഭക്കൂറുകാർക്ക് 2026. ആരും അവരെ ഒന്ന് നോക്കുകയും ഒരു അട്രാക്ഷനൊക്കെ ഇവർക്കുണ്ടാകും. അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ പോപ്പുലാരിറ്റി, കലാകായിക സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും 2026 പോപ്പുലാരിറ്റിയുടെ ഒരു വർഷമായിരിക്കും. അവർ നെയിം ആൻഡ് ഫെയിം ഇതെല്ലാം ഉണ്ടാകുന്ന വർഷമായിരിക്കും 2026 കുംഭക്കൂറുകാർക്ക്. അതുപോലെ ഫാമിലിയിൽ കുടുംബത്തിലുള്ള മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധം പുലർത്തി പോകാൻ സാധിക്കുന്ന വർഷമായിരിക്കും 2026. ഇതുവരെയുള്ള പിണക്കങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ മറന്ന് എല്ലാവരും സന്തോഷത്തോടു കൂടി പോകുന്ന വർഷം തന്നെയായിരിക്കും 2026 കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ കുംഭൻ രാശിക്കാർക്കും ഈ ലോട്ടറി ഭാഗ്യം ഉണ്ട്. അതുകൊണ്ട് ലോട്ടറി എടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന കുംഭൻ രാശിക്കാർ തീർച്ചയായിട്ടും ഒരു ലോട്ടറിയൊക്കെ എടുത്ത് ഭാഗ്യം പരീക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അത് അടിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ ലോട്ടറി എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുമല്ല, പക്ഷേ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അങ്ങനെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കുംഭക്കൂറുകാർക്ക് വളരെ സൗഭാഗ്യകരമായിട്ടൊരു വർഷം തന്നെയായിരിക്കും. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇടവം, മിഥുനം, കന്നി, തുലാം, വൃശ്ചികം, മകരം, കുംഭം ഈ 7 രാശിക്കാർക്കാണ് 2026 ധനധാന്യ സമ്പൽ സമൃദ്ധിയും രാജയോഗവും മഹാഭാഗ്യയോഗവും മഹാലക്ഷ്മി യോഗവും ഒക്കെ സംഭവിച്ച് സർവ്വ ഐശ്വര്യത്തിലും വാഴുവാൻ പോകുന്നത് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള 5 രാശിക്കാർ മോശമാണെന്നല്ല പറയുന്നത്. അവർക്ക് രാജയോഗമൊന്നും ഇല്ലെങ്കിലും അവർക്ക് അത്യാവശ്യം ധനഭാഗ്യയോഗവും ലക്ഷ്മി യോഗവും ഒക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ്. അതായത് 2026 എന്ന് പറയുന്നത് ഒരു രാശിക്കാർക്ക് മോശമൊന്നുമല്ല. കാരണം ഞാൻ എൻ്റെ ന്യൂമറോളജി വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തപ്പോൾ ഉണ്ട്. അപ്പോൾ അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ന്യൂമറോളജിക്കലി പറയുവാണെങ്കിൽ 2026 സൂര്യൻ്റെ എനർജി ആയതുകൊണ്ട് ഒരു കാരണവശാലും ഒരു നാളുകാർക്കും ഒരു രാശിക്കാർക്കും ദോഷമൊന്നും ചെയ്യത്തില്ല. പിന്നെ ഈ ദോഷം സംഭവിക്കുന്നത് ജാതകപ്രകാരം നമുക്ക് ഏതെങ്കിലും ഒരു മോശം ഗ്രഹത്തിൻ്റെ ആണെങ്കിൽ പിന്നെ എന്താ പറയുക മഹാദശയോ അന്തർദശയോ ഒക്കെ നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളൊക്കെ ആണെങ്കിലോ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ മോശങ്ങൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കത്തില്ല. ഇപ്പം ഞാൻ ഈ പറയുന്ന ഈ പോസിറ്റീവായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കുമ്പോൾ എല്ലാ ഗ്രഹത്തിലൊക്കെ നല്ല സ്ഥാനത്താണ് എല്ലാ ഗ്രഹങ്ങളും നിൽക്കുന്നത്. ഇപ്പം നല്ല ദശാസന്ധിയാണ്, ഗ്രഹത്തിൻ്റെ കാലഘട്ടമാണ് നടക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നീടും നിങ്ങൾക്ക് യാതൊരു ഉയർച്ചയും സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ഒന്ന് ചെക്ക് ചെയ്യുക.
എൻ്റെ അടുക്കൽ ജാതകം ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ഓൺലൈൻ കൺസൾട്ടേഷനും അല്ലാതെ ഓഫ്ലൈൻ കൺസൾട്ടേഷനും എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ UAE-ലാണ് താമസിക്കുന്നത്. അപ്പോൾ UAE-ലുള്ളവർക്ക് എന്നെ നേരിട്ട് വന്ന് കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ വീട്ടിലോ ഫ്ലാറ്റിലോ ഓഫീസിലോ ഒക്കെ വന്ന് കൺസൾട്ടേഷൻ തരുന്നതായിരിക്കും. അതുപോലെ ഓൺലൈൻ കൺസൾട്ടേഷനും നിങ്ങൾക്ക് എടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ പറയും, അത് അസ്ട്രോളജിക്കലി ഉള്ള റെമഡീസ് ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരും. ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ പ്ലാനറ്ററി പൊസിഷൻ എല്ലാം നല്ലതാണെങ്കിലും നിങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഒരുപക്ഷെ അത് അസ്ട്രോളജിക്കലി ഉള്ള പ്രശ്നമായിരിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ പല വ്യത്യസ്തങ്ങളായ പല രീതിയിൽ നിങ്ങളിലേക്ക് കടന്നു വന്ന സാഹചര്യങ്ങളോ വ്യക്തികളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാധീനിച്ചിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന മെൻ്റൽ ബ്ലോക്കുകളാകാം. അതല്ലെങ്കിൽ അത് പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹിപ്നോട്ടിസം അല്ലെങ്കിൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനൊരു ഹിപ്നോട്ടിസ്റ്റാണ്, അതുപോലെ EFT ട്രെയിനറും കൂടാണ്. കൂടാതെ ഇനിയും ജാതകം നോക്കുമ്പോൾ അതിൽ മറ്റുള്ള പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത അദൃശ്യ ശക്തികളുടെ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ബാഹ്യമായിട്ടുള്ള അദൃശ്യ ശക്തികളുടെ ബന്ധനം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും താന്ത്രിക വിഷയങ്ങളിലൂടെയും നമുക്കതിനെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കുവാൻ സാധിക്കും. ഞാൻ മന്ത്രസിദ്ധി എടുത്തിട്ടുള്ള ആളാണ്. 24 വയസ്സായപ്പോൾ തന്നെ മന്ത്രസിദ്ധി എടുത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ താന്ത്രിക വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങനത്തെ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് 2026 രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും ഒക്കെ സംഭവിക്കുന്ന രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളതും. അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ സിൽവറിലും ഗോൾഡിലും നിർമ്മിച്ചിരിക്കുന്ന രാജവശ്യ യന്ത്രം നമ്മൾ ഓൾ ഓവർ വേൾഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം 1,08,000 പ്രാവശ്യവും മഹാവിഷ്ണുവിൻ്റെ തൊഴിൽ വശ്യവും ധനവശ്യവും ചേർന്ന മന്ത്രം 1,08,000 പ്രാവശ്യവും ജപിച്ച് ആ വിഷ്ണു ലക്ഷ്മി ചൈതന്യത്തെ ഈ യന്ത്രത്തിലേക്ക് അടക്കം ചെയ്തിട്ടുള്ള ഒരു മഹാ അത്ഭുത സിദ്ധിയുള്ള ഒരു യന്ത്രം തന്നെയാണിത്. അപ്പം തൊഴിൽപരവും ധനപരവുമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. സാധാരണ ചെറിയ പൈസയൊന്നുമല്ല, ഇതിനല്പം നല്ല രീതിയിൽ തന്നെ പൈസയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ആണെങ്കിൽ ഈ യന്ത്രം വേണമെന്നും പറഞ്ഞ് നമ്മൾ പറയുന്ന ഫീസ് അടച്ച് റെസിപ്റ്റ് അയച്ചെന്ന് പറഞ്ഞാൽ പോലും ആദ്യം തന്നെ നിങ്ങളുടെ നാളും കാര്യങ്ങളും നിങ്ങളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും ഇതൊക്കെ അറിഞ്ഞ ശേഷം നമ്മളിവിടെ പ്രശ്നം വെച്ച് നോക്കും. നിങ്ങൾ അത് പറയുന്ന രീതിയിൽ ഈ യന്ത്രം കൈകാര്യം ചെയ്യുവാനും നമ്മൾ പറയുന്ന രീതിയിൽ ഇത് ഉപയോഗിക്കുവാനും അതുപോലെ സൂക്ഷിക്കുവാനും അതുപോലെ പിന്നെ പരിശുദ്ധമായിട്ട് വെക്കുവാനും ഒക്കെ കഴിവുള്ള വ്യക്തിയാണെന്ന് നമുക്കിവിടെ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഈ യന്ത്രം തരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ കുറച്ച് പൈസ അക്കൗണ്ടിലേക്ക് തരാം അല്ലെങ്കിൽ നമുക്കിത് വേണമെന്നും പറഞ്ഞ് ഒരു ആവശ്യക്കാരനായിട്ട് വന്നാലും ഒരു കാരണവശാലും അത് തരാനായിട്ട് പറ്റത്തില്ല. വെരി സോറി. അത് ആദ്യം നമ്മൾ നിങ്ങളുടെ നാളും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കത് ഉപയോഗപ്രദമാകും. അതല്ലെങ്കിൽ നിങ്ങൾക്കത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങൾ ദൈവവിശ്വാസമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയൊക്കെ ആണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞെങ്കിൽ, ഭാഗ്യമുള്ള വ്യക്തിയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത് തരത്തുള്ളൂ, അല്ലാതെ തരില്ല. മിക്കവാറും ഈ രാജവശ്യ യന്ത്രം ഭാഗ്യമുള്ള വ്യക്തികൾക്ക് മാത്രമേ അത് വെക്കുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കത് മേടിക്കുവാൻ പോലും സാധിക്കത്തില്ല. ഓൾറെഡി നിങ്ങളാണെങ്കിൽ അതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സിലായി? അപ്പോൾ ആദ്യം നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ തരത്തുള്ളൂ. അല്ലാതെ നിങ്ങൾ വെറുതെ പൈസ തരാമെന്ന് പറയാൻ നമ്മളത് തരില്ല. കാരണം ഇത് ഇത്രയും ലക്ഷങ്ങൾ പിന്നെ ഈശ്വര ചൈതന്യത്തെ അടക്കം ചെയ്തിരിക്കുന്നതാണ്. ഇത് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ യന്ത്രം തയ്യാറാക്കി എനിക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇത് തയ്യാറാക്കുന്ന വ്യക്തികൾക്കൊക്കെ അതിന് നെഗറ്റിവിറ്റി ഉണ്ടാകാം. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ അനുകൂലമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ ഇത് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് നമ്മളെ സമീപിക്കാവുന്നതാണ്. നമ്മളത് ചെക്ക് ചെയ്ത ശേഷം നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് 2026 ഈ 7 രാശിക്കാർക്ക് രാജയോഗവും മഹാലക്ഷ്മി യോഗവും മഹാഭാഗ്യ യോഗവും ഒക്കെ സംഭവിക്കുന്ന രാശിക്കാരെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് അസ്ട്രോളജിക്കലാണെങ്കിലും ഹിപ്നോട്ടിക്കലാണെങ്കിലും ന്യൂമറോളജിക്കലാണെങ്കിലും പാരാസൈക്കോളജിക്കലാണെങ്കിലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ദുബായിലെ നമ്പർ 05861266799. അപ്പം എല്ലാവർക്കും ഒരു സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിൻ്റെയും സർവ്വസന്തോഷത്തിൻ്റെയും ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്യാം എസ് സുന്ദർ. താങ്ക് യു വെരി മച്ച്.